ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിഗരറ്റ് പാൻറ്റിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നമ്മളിതിവിടെ പോക്കറ്റൊക്കെ വെച്ച് ബാക്ക് സൈഡ് ഇലാസ്റ്റിക്കും ഫ്രണ്ട് ബാൻഡും ആയിട്ട് പക്ക റെഡിമെയ്ഡ് സ്റ്റൈലിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് വീഡിയോന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ സാധാരണ പാൻറ്റ് കട്ട് ചെയ്യുന്ന പോലെയല്ല, സിഗരറ്റ് പാൻറ്റ് ആകുമ്പോൾ നമ്മളിവിടെ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തിടുന്നത്. അപ്പോൾ നമുക്ക് ഹിപ്പ് എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ 4/1 ഭാഗത്തോടു കൂടി 4 ഇഞ്ച് കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഫോൾഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്കിവിടെ ഹിപ്പ് 36 വരുന്നത്. അപ്പോൾ അതിൻ്റെ 4/1 ഭാഗം എന്ന് പറയുമ്പോൾ 9 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 4 ഇഞ്ച് കൂടി ആഡ് ചെയ്തിട്ട് 13 ഇഞ്ചിൽ ഞാനിതിവിടെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തുണിയൊന്നും വേസ്റ്റ് ആവാതെ കറക്റ്റ് മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 13 ഇഞ്ച് വിഡ്ത്തിൽ ഞാനിവിടെ ഫാബ്രിക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ ഫ്രണ്ട് സൈഡാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫാബ്രിക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ബാൻഡും ആയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ലെങ്ത്താണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇവിടെ ബാൻഡിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ലെങ്ത്താണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ എനിക്കിവിടെ 38 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ബാൻഡിൻ്റെ ലെങ്ത്തായ 1.5 ഇഞ്ച് അതിൽ നിന്ന് ലെസ് ചെയ്തിട്ട് ബാക്കി 36.5 ഇഞ്ച് ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിവിടെ അടിവശത്ത് ഒരു 2 ഇഞ്ച് കൂടെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ സിഗരറ്റ് പാൻറ്റ് ആയതുകൊണ്ട് അടിവശം കുറച്ചുകൂടെ ഒരു വീതിയിലാണ് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് അരവണ്ണാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അരവണ്ണ എനിക്കിവിടെ 32 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ 4/1 ഭാഗം നമ്മളിവിടെ 8 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ഒരു 1.5 ഇഞ്ച് കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് നമ്മൾ ഹിപ്പിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഹിപ്പിൻ്റെ ലെങ്ത്ത് എനിക്കിവിടെ 10 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ആ ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുക. ഇനി നമുക്ക് മേലെ നിന്ന് ഒരു 18 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ മുട്ടിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 18 ഇഞ്ച് ലെങ്ത്തിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിഗരറ്റ് പാൻറ്റ് കുറച്ച് ഷേപ്പായിട്ട് നിൽക്കുന്ന പാൻറ്റാണല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ മുട്ടിൻ്റെ ഭാഗം കൂടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഹിപ്പ് എത്രയാണെന്ന് വെച്ചാൽ ഹിപ്പിനേക്കാളും 3.5 ഇഞ്ച് ലെസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുത്തെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഹിപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് വെച്ചാൽ ഈ ഒരു ലൈനിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ 13 ഇഞ്ചാണ്, അതിൻ്റെ സെൻറ്റർ ഞാനിവിടെ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഹിപ്പ് നമുക്കിവിടെ 36 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 ഭാഗം 9 ഇഞ്ച്, അതിൻ്റെ കൂടെ 2.5 ഇഞ്ച് തയ്യൽ തുമ്പൂടെ ആഡ് ചെയ്തിട്ട് 11.5 ഇഞ്ച്. അപ്പോൾ ഞാനിവിടെ 12 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ആ ഒരു 12 ഇഞ്ച് നമ്മളിവിടെ 2 സൈഡിലും ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സെൻട്രൽ പോയിൻ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 6 ഇഞ്ചും മറ്റേ സൈഡിലേക്ക് 6 ഇഞ്ചും ആയിട്ട് ഞാനിവിടെ 12 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ 12 ഇഞ്ചിൽ നിന്ന് 3.5 ഇഞ്ച് ലെസ് ചെയ്തിട്ട് 8.5 ഇഞ്ച് നമ്മളിവിടെ മുട്ടിൻ്റെ ഭാഗത്തുള്ള വിഡ്ത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ ഏത് അളവ് തന്നെയാണെങ്കിലും ഈ ഒരു ഭാഗത്ത് നമ്മളിവിടെ 3.5 ഇഞ്ച് ലെസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ 11.5 3.5 ഇഞ്ച് ലെസ് ചെയ്തിട്ട് 8 ഇഞ്ച് അതിൻ്റെ 4 ഇഞ്ചും 4 ഇഞ്ചും സെൻട്രൽ പോയിൻറ്റിൻ്റെ 2 സൈഡിലേക്കും നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ അടിവശത്തിൻ്റെ സെൻറ്ററും നമ്മളിവിടെ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അടിവശത്തുള്ള വിഡ്ത്തിവിടെ 6 ഇഞ്ചാണ് വരുന്നത്. അത് നമ്മൾ 3 ഇഞ്ച് വെച്ചിട്ട് 2 സൈഡിലേക്കും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടിവശത്ത് നോർമലി നമുക്ക് 6 ഇഞ്ചോ അല്ലെങ്കിൽ 6.5 ഇഞ്ചോ തന്നെ എടുത്താൽ മതി. ഇനി ക്രോച്ച് ഏരിയ കൂടി മാർക്ക് ചെയ്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അരവണ്ണ നേരത്തെ ഇവിടെ 9.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ അതിനോട് കൂടെ 1 ഇഞ്ച് കൂടെ ആഡ് ചെയ്ത് 10.5 ഇഞ്ച് നമ്മൾ ഹിപ്പിൻ്റെ ഭാഗത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ലൈന് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കോർണറിൽ നമ്മളിവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിലൂടെ ഒന്ന് കർവ് ഷേപ്പ് ഇതേപോലെ വരച്ചു കൊടുക്കുക.
എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച പോയിൻറ്റ്സിലൂടെ ഇതേപോലെ നേരെ താഴോട്ടേക്ക് ഇതേപോലെ ഒന്ന് ചെരിച്ച് കേർവ് ഷേപ്പിൽ തന്നെ നമുക്ക് വരച്ച് കൊടുക്കാം. അതേപോലെ തന്നെ മറ്റേ സൈഡും നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് വെച്ച ആ പോയിൻറ്റിലൂടെ നമുക്കിതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്ത് വെച്ച ലൈനിലൂടെ നമ്മളിതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു സൈഡ് നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം നമ്മളിവിടെ ഇതേപോലെ ഓപ്പൺ ചെയ്ത് 2 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് സൈഡാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫാബ്രിക് 2ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ഫ്രണ്ട് സൈഡ് ഇതിൻ്റെ മേലെ ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ മേൽവശത്ത് ഇതേപോലെ 3 ഇഞ്ച് ഇറക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ബാക്ക് സൈഡിൽ ലാസ്റ്റിക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 3 ഇഞ്ച് ഇതേപോലെ ഇറക്കി വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ ക്രോച്ചേരിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് സ്ട്രൈറ്റ് ആയിട്ട് മേലോട്ടേക്ക് ഇതേപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് സൈഡിനേക്കാളും കുറച്ചുകൂടെ എക്സ്ട്രാ വീതി ബാക്ക് സൈഡിൽ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു കോർണറിൽ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു കർവ് ഷേപ്പ് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ താഴെ നമ്മളിവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ചുകൂടി താഴത്തേക്ക് വരുമ്പോൾ 1.5 ഇഞ്ച്. പിന്നെ അവസാനം ഞാനിവിടെ ഇതിനേക്കാളും 1 ഇഞ്ച് വീതിയാണ് എക്സ്ട്രാ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്ട്രെച്ചബിളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്താ പറയുക ഈ സീറ്റ് ഇരിക്കുമ്പോൾ ക്രോച്ചേരിൻ്റെ അവിടെ ടൈറ്റ് ആവാതെ നിൽക്കാതെക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ബാക്ക് പീസ് ഇതേപോലെ എക്സ്ട്രാ എടുത്തിട്ട് ഫ്രണ്ട് സൈഡിനേക്കാളും എക്സ്ട്രാ എടുത്തിട്ട് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ ഒരു സൈഡിൽ നമ്മൾ സെയിം മെഷർമെൻറ്റാണ് എടുക്കുന്നത്, എക്സ്ട്രാ ആഡ് ചെയ്യുന്നൊന്നുമില്ല. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഇതിൻ്റെ ഈ ഒരു സൈഡ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ ഈ ഒരു ഭാഗം വരെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി വരുന്ന ഭാഗം നമുക്ക് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് സൈഡിൽ ബാൻഡ് വെക്കുന്നതിന് വേണ്ടി 15 ഇഞ്ച് നീളത്തിലും 1.5 ഇഞ്ച് വീതിയിലും ഇതേപോലെ ഒരു ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4 ഇഞ്ച് ലെങ്ത് 16 ഇഞ്ച് വിടുത്തുള്ള ഒരു ഫാബ്രിക് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഫ്രണ്ട് രണ്ടും നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് സൈഡിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ഇതേപോലെ ഒരുമിച്ച് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ തുന്നൽ തുമ്പ് ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതേപോലെ തന്നെ ഞാനിവിടെ ഫ്രണ്ടും ബാക്കും ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോക്കറ്റാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. പോക്കറ്റ് വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഇതേപോലെ ഒരുമിച്ച് വെക്കാം. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് ഇതേപോലെ 3 ഇഞ്ച് നമുക്കിവിടെ എക്സ്ട്രാ വരുന്നുണ്ട് ഫ്രണ്ട് സൈഡിനേക്കാളും. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കാം, മാറിപ്പോകരുത്. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് താഴോട്ടേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് സൈഡൊന്നും താഴോട്ടേക്കാണ് ഒരു 2 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പോക്കറ്റിൻ്റെ സ്റ്റിച്ച് ചെയ്യേണ്ടത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ പോക്കറ്റിന് ഒരു ഓപ്പൺ 5.5 ഇഞ്ച് ഓപ്പൺ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സാധാരണ 5.5 ഇഞ്ചോ അല്ലെങ്കിൽ 6 ഇഞ്ചോ ആണ് പോക്കറ്റിന് ഓപ്പൺ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആ ഒരു 5.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ആ പോയിൻറ്റ്സ് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 സൈഡും ഇതേപോലെ ഒന്ന് കട്ടിട്ട് കൊടുക്കുക. ഇനി പോക്കറ്റ് കട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മളിവിടെ 11 ഇഞ്ച് ലെങ്ത്തും ഒരു 12 ഇഞ്ച് വിടുത്തുള്ള 13 ഇഞ്ച് വിടുത്തുള്ള ഒരു ഫാബ്രിക് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിവശത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു പോക്കറ്റിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അടിവശത്ത് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കർവ് കൊടുക്കുന്നുണ്ട്. ഇനി ആദ്യം തന്നെ നമ്മളിത് ഫ്രണ്ട് പീസുമായിട്ടാണ് ജോയിൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് സൈഡിൻ്റെ നല്ല വശവും പോക്കറ്റിൻ്റെ നല്ല വശവും തമ്മിൽ ഒരുമിച്ച് വരത്തക്ക രീതിയിൽ ഇതേപോലെ ഫാബ്രിക് വെക്കുക. അപ്പോൾ ഇവിടെ ഫ്രണ്ട് സൈഡിൻ്റെ മേൽവശം തൊട്ടിട്ടാണ് നമ്മൾ ഈ ഒരു പോക്കറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ആകുമ്പോഴല്ലോ നമുക്കത് ആ പോക്കറ്റ് ബാൻഡിൻ്റെ ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഓപ്പണിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം ആ ഒരു ഭാഗം ഞാനിവിടെ നമ്മൾ നേരത്തെ ഓപ്പൺ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ 5.5 ഇഞ്ച് ലെങ്ത്തിൽ,
അതൊന്ന് ഞാൻ പോക്കറ്റിൻ്റെ ഈ ഒരു സൈഡിലേക്കും കൂടി മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പോക്കറ്റും ഫ്രണ്ട് പീസും കൂടെ ജോയിൻ ചെയ്തിട്ട് ആ ഒരു 5.5 ഇഞ്ച് ലെങ്ത്തിൽ ഇതേപോലെ ഒന്ന് ഒരു 1/4 ഇഞ്ച് തുന്നൽ തുമ്പ് വിട്ടിട്ട് നമുക്ക് ഇതേപോലെ നീളത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു 5.5 ഇഞ്ച് ലെങ്ത്ത് മാത്രമാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സൈഡിലും കെട്ടിട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു 2 സൈഡും നമുക്കിവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ഒന്ന് ക്രോസ് ആയിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്ട്രൈറ്റ് ആയിട്ടല്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് ആ സ്റ്റിച്ചിലേക്ക് ക്രോസ് ചെയ്തിട്ട് വേണം. ഇതാ ഈ ഒരു ഷേപ്പിലാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ തയ്യൽ തുമ്പ് കുടുങ്ങാതെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ മറ്റേ സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കിത് നല്ല വശത്തേക്ക് മറിച്ചെടുത്തിട്ടൊന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ സൈഡ് കട്ട് ചെയ്തുകൊണ്ട് ഇത് നമുക്ക് കറക്റ്റായിട്ട് ഇതേപോലെ ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് കറക്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സൈഡ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ പോക്കറ്റ് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഈ അടിവശം ഒന്ന് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഇപ്പോൾ അടിവശം നമ്മളിവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബാക്ക് സൈഡും ആയിട്ട് പോക്കറ്റ് ജോയിൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു ഭാഗത്ത് 5.5 ഇഞ്ചിൽ നമ്മളിവിടെ ചെറുതായിട്ടൊന്ന് കട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഇതേപോലെ ഈ 3 പീസും കൂടെ ഇതേപോലെ കൂട്ടിപ്പിടിക്കുക. അതിനുശേഷം നമ്മൾ ബാക്ക് സൈഡും ഇതേപോലെ ഇതിനോട് കൂടി ജോയിൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ മേലെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതുവരെ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം പോക്കറ്റും ബാക്ക് സൈഡും മാത്രമായിട്ട് ഇതേപോലെ ജോയിൻ ചെയ്ത് പിടിക്കുക. പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് വീണ്ടും താഴോട്ടേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഭാഗവും പോക്കറ്റിൻ്റെ 2 സൈഡും തമ്മിൽ ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് അടിവശം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോക്കറ്റിൻ്റെ സൈഡിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഒരു 5.5 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തപ്പോൾ ചെറുതായിട്ടൊരു കട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്തുനിന്ന് പോക്കറ്റിൻ്റെ 2 സൈഡും ഫ്രണ്ട് പീസും പിന്നെ അതേപോലെ ബാക്ക് സൈഡുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്യാണ്. ബാക്ക് സൈഡും ഇതേപോലെ ജോയിൻ ചെയ്യുക. ആ ഒരു കട്ടിങ് വരെ ഒരുമിച്ച് ജോയിൻ ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഈ ഒരു പോക്കറ്റിൻ്റെ ഈ ഭാഗം ഉള്ളോട്ടേക്ക് തന്നെ ആക്കി പിടിച്ചിട്ട് നമ്മൾ ബാക്ക് സൈഡും പോക്കറ്റിൻ്റെ ഈ ഒരു സൈഡും മാത്രമായിട്ട് ഈ ഒരു കട്ടിങ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു കട്ടിങ്ങിൻ്റെ ശേഷം വീണ്ടും നമ്മൾ പോക്കറ്റിൻ്റെ 2 സൈഡും ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും കൂടി ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് പാൻറ്റിൻ്റെ അടിവശം വരെ ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാനിവിടെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നമ്മൾ പോക്കറ്റോട് കൂടി അറ്റാച്ച് ചെയ്തതിന് ശേഷം നേരെ താഴെ വശം വരെ നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ പോക്കറ്റ് പാൻറ്റുമായിട്ട് ഇവിടെ ജോയിൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് പോക്കറ്റ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് നല്ല വശത്ത് ഇതേപോലെ നല്ല അടിപൊളി പോക്കറ്റ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി ഫ്രണ്ട് സൈഡിൽ ബാൻഡ് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടി നേരത്തെ കട്ട് ചെയ്ത് വെച്ച 1.5 ഇഞ്ച് ക്യാൻവാസ് നമ്മൾ ഫാബ്രിക്കിൽ ഇതേപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ അടിവശം ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ച് അയൺ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത ഈ ഒരു ഭാഗം നമ്മൾ ബാൻഡുമായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് പോക്കറ്റ് നമ്മൾ ഇതിൻ്റെ ഫാബ്രിക്കുമായിട്ട് ഇതേപോലെ ജോയിൻ ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററിൽ, ബാൻഡിൻ്റെയും ഫ്രണ്ട് സൈഡിൻ്റെയും സെൻറ്ററിൽ പോക്കറ്റ് വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ വെച്ചിട്ട് നമ്മളൊരു 1/4 ഇഞ്ച് തുന്നൽ തുമ്പ് വിട്ടിട്ട് നമുക്ക് നീളത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ അരികുവശം ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ എക്സ്ട്രാ വരുന്ന പീസ് നമുക്കിവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. നേരത്തെ നമ്മൾ പാൻറ്റിൻ്റെ പോക്കറ്റ് വെച്ച ഒരു സൈഡ് മാത്രമായിരുന്നു ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് മറ്റേ സൈഡും അതേപോലെ തന്നെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം.
ഇനി ബാക്ക് സൈഡിൽ നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബാക്ക് സൈഡിൽ 15 ഇഞ്ചാണ് വിടുത്ത് വരുന്നത്. അപ്പോൾ അതിനേക്കാളും ഒരു 3 ഇഞ്ച് ലെസ് ചെയ്തിട്ട് വേണം നമുക്കിവിടെ ഇലാസ്റ്റിക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ 12 ഇഞ്ച് ലെങ്ത്തിൽ ഒരു ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗത്താണ് ഈ ഇലാസ്റ്റിക് ഇതേപോലെ വെക്കേണ്ടത്. ഫ്രണ്ട് സൈഡിൽ വെച്ചിട്ട് നമ്മളിത് ബാക്കോട്ടേക്ക് ഇതേപോലെ മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് സൈഡിൽ കണ്ടില്ലേ ഇതേപോലെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത്, അപ്പോൾ തയ്യൽ തുമ്പ് നമുക്കതിൻ്റെ ഉള്ളോട്ടേക്ക് പോയി. ഇനി ഈ ഒരു സൈഡിലും അതേപോലെ തന്നെ നമ്മൾ ഇതേപോലെ ഇലാസ്റ്റിക് തിരിച്ച് ഫ്രണ്ട് സൈഡിലേക്ക് വെച്ചിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാനിവിടെ 2 സൈഡും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇതേപോലെ അറ്റം ഫോൾഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ ഇലാസ്റ്റിക്കിനെ കവർ ചെയ്തിട്ട് ഇതേപോലെ ചെറുതായിട്ട് ഒന്നുകൂടെ ഫോൾഡ് ചെയ്തിട്ട് വലിച്ച് വെച്ചിട്ട് പിടിച്ചിട്ട് വേണം നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ മറ്റേ അറ്റം വരെ നമുക്ക് ഇതേപോലെ ഇലാസ്റ്റിക് കവർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, കണ്ടില്ലേ? ഇപ്പം നമ്മളിവിടെ ഇലാസ്റ്റിക്കിനെ കവർ ചെയ്തിട്ടാണ് ഈ ഒരു രീതിയിലാണ് നമ്മളിവിടെ ബാക്ക് സൈഡിൽ മാത്രമായിട്ട് ഇലാസ്റ്റിക് വെച്ചെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഇലാസ്റ്റിക് വലിച്ച് പിടിച്ചിട്ട് നമുക്ക് ബാക്ക് സൈഡിൽ സ്ട്രൈറ്റ് ആയിട്ട് ഒരു 4 സ്റ്റിച്ച് 5 സ്റ്റിച്ചൊക്കെ നമുക്ക് കൊടുക്കാം, ഒരു റെഡിമെയ്ഡ് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി കാലൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതേപോലെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്കിവിടെ അടിവശം മടക്കി തയ്ച്ചെടുക്കാം. അതിനുശേഷം ഈ ഒരു ഭാഗത്തൂടെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പാൻറ്റിന് ഒരു സൈഡിൽ മാത്രമാട്ടോ പോക്കറ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ 2 സൈഡിൽ വേണമെങ്കിലും നമുക്ക് 2 സൈഡിൽ ഇതേ മെത്തേഡിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.